എടാ അടുത്ത വട്ടം നീ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് എന്തായാലും കൊണ്ടുവരണേ. ഇങ്ങനെ നിങ്ങളുടെ ഗൾഫിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോൾ അവർ തിരിച്ചതുപോലെ പറയാറുണ്ടോ? എടാ എന്തിനാടാ വെറുതെ വള്ളി പിടിക്കണേ? നാട്ടിൽ വെച്ചിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് അവർ പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടി അടക്കേണ്ടി വരും, വെറുതെ കയ്യിൽ നിന്ന് കുറെ കാശും, അതേക്കാളും നല്ലത് നാട്ടിൽ നിന്ന് പിടിക്കുന്നതല്ലേ. ഇങ്ങനെ പറയാറുള്ള ഗൾഫിലുള്ള ഫ്രണ്ട്സുകൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ റീൽ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തോ, അവരെ നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോ, എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞേക്ക് ഇനി അങ്ങോട്ട് ഒരു സീനുമില്ലാന്ന്. അതായത് ഈ ഫെബ്രുവരി 2026 തൊട്ട് നമ്മുടെ കസ്റ്റംസിന്റെ നിയമങ്ങൾ ഇന്ത്യയിൽ മാറിയിരിക്കുകയാണ്. അത് പ്രകാരം പണ്ട് നിങ്ങൾക്ക് 50,000 രൂപയുടെ വരെ ഐറ്റംസ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി അടക്കാണ്ട് കൊണ്ടുവരാൻ പറ്റിയിരുന്നത്. ഇനി അങ്ങോട്ട് 75,000 രൂപയുടെ വരെ ഐറ്റംസ് നിങ്ങൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി അടക്കാണ്ട് കൊണ്ടുവരാൻ പറ്റും. അതിന്റെ പുറമെ 75,000 രൂപയിൽ മേലുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്ക് 10% കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചാൽ മതി. പണ്ട് 20% അപ്പൊ അതും കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാത്തിനും പുറമെ നിങ്ങൾ 18 വയസ്സിന് മേലുള്ളവരാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പും പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇത് കാണുന്ന പ്രവാസികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇലക്ട്രോണിക്കൽ ഗാഡ്ജറ്റ്സ് ആണെങ്കിലും എന്ത് സാധനങ്ങളാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് മേടിക്കുന്നതായിരിക്കും ലാഭം. എന്നാൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭം നാട്ടിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. അതായത് ഒരു 30 തൊട്ട് 50% വരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. പ്രീമിയം നിങ്ങൾ വർഷാവർഷം ഒന്നിച്ചടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% വരെ ഡിസ്കൗണ്ട് കിട്ടും. ഇനി ഇതൊക്കെ എന്തിനെടുക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടോ? ഒറ്റൊരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത്. ഇനി ഇതിനൊക്കെ വലിയ പണമാവോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡിന്റെ പൈസ, അതായത് ഒരു 679 രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കാൻ പറ്റും. 2 കോടി വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. ഇതിനെക്കുറിച്ച് ബാക്കി എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബയോയിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ പെട്ടെന്ന് കയറി നോക്കിയാൽ മതി. ഇപ്പോൾ 98-99% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികളുണ്ട്. അപ്പോൾ ക്ലെയിമിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവർ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടും. മരണപ്പെട്ടാലും മാത്രമല്ല, അപകടത്തിൽ അംഗവൈകല്യം സംഭവിക്കുന്നു അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളും വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് കവറേജ് കിട്ടുന്നുള്ള രീതിയിൽ ആഡ് ഓൺസ് ഈ ബേസിക് ടേം പോളിസിയുടെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, എന്തായാലും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ടേം ഇൻഷുറൻസ് പ്ലാൻ എന്തായാലും എടുത്തു വെക്കുക. അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഫാമിലി സാമ്പത്തികമായിട്ട് തകരൂല, മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയും വരില്ല. അപ്പോൾ ഈ കാര്യത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബയോയിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്, അതിൽ പെട്ടെന്ന് കയറി നോക്കിക്കോ, എന്നിട്ട് നല്ലൊരു ടേം പ്ലാൻ പെട്ടെന്ന് എടുത്തു വെച്ചോ. അപ്പോൾ പ്രവാസികളായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ റീൽ അയച്ചു കൊടുക്കാൻ ആരും മറക്കണ്ട.